ചേട്ടൻ അമ്മയ്ക്ക് ഏറ്റവും വലിയ സർപ്രൈസ് എന്താണ്? ഇപ്പഴാ അല്ല ഇപ്പഴല്ല, ലൈക് സർപ്രൈസ് നമ്മൾ എപ്പോഴും ഓർത്തിരിക്കുമല്ലോ. എനിക്ക് ഏറ്റവും ഭയങ്കരമായിട്ട് ഞെട്ടിപ്പോയത്, ഒട്ടും പ്രതീക്ഷിക്കാണ്ട്. അവൻ ഞാൻ അറിയാതെ എന്റെ അക്കൗണ്ടിൽ അവൻ പൈസ ഇട്ടിരുന്നു. പറയാമോ? എന്നിട്ട് സർപ്രൈസ് ആയിട്ട് അവൻ അത് കാണിച്ച് അത് എന്റെ ഇതിലാണ് അങ്ങനെ വന്നത്. അപ്പൊ അത് എനിക്ക് സർപ്രൈസ് ആയി, എനിക്കിങ്ങനെ തന്നല്ലോ എന്നുള്ള ഒരു ഇത്. അപ്പൊ അവൻ്റെതായിട്ട് അവനൊന്നുമില്ല, എന്റെയിലാണ് അവൻ അത് ഇട്ടിട്ട് കാണിച്ചത്. അപ്പൊ അത് എനിക്ക് സർപ്രൈസ് ആയിരുന്നു. പിന്നെ അവൻ 20 വയസ്സായപ്പോഴേ അവൻ എനിക്കെല്ലാം അങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ അവൻ ചെയ്യും. അപ്പൊ അവൻ എന്തെങ്കിലും വാങ്ങിക്കൊണ്ട് തന്നാൽ അതെല്ലാം എനിക്ക് സർപ്രൈസാണ്. പക്ഷെ എല്ലാം എനിക്ക് സർപ്രൈസാണ്. സാരി ആയാലും എല്ലാം ഭയങ്കര സ്പെഷ്യൽ ആയിരിക്കും അല്ലേ? എല്ലാം സ്പെഷ്യലാണ്. ചേട്ടൻ അമ്മേനെ പ്രാങ്ക് ചെയ്യാറുണ്ടോ? എപ്പോഴെങ്കിലും പേടിപ്പിച്ചിട്ട് എന്തെങ്കിലും പറ്റിച്ചിട്ട് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? അങ്ങനെയൊന്നും ചെയ്തിട്ടുണ്ടോ? എപ്പോഴൊക്കെ ചെയ്തിട്ടുള്ളതാണൊക്കെ തോന്നുന്നു. മുഖംമൂടിയൊക്കെ വെച്ച് പേടിപ്പിച്ചിട്ട് അങ്ങനെ അതൊക്കെ സ്കെൽറ്റന്റെ ഒരു പരിപാടി ഗൾഫിൽ നിന്ന് ഒരുത്തം കൊണ്ടുവന്നായിരുന്നു. രാത്രി ഇന്ന് തിളങ്ങണ പുള്ളിക്കടുത്ത റൂമിൽ ഞാൻ ഇങ്ങനെ നിന്ന് കൊടുത്ത് പേടിച്ചു. അതൊക്കെ അല്ലാതെ വേറെ അങ്ങനെയാണോ? അതുപോലത്തെ വേറെ എന്തെങ്കിലും കുസൃതിയൊക്കെ ഉണ്ടോ? എപ്പോഴും എനിക്ക് എന്തെങ്കിലും പറ്റുമെന്നുള്ളൊരു ടെൻഷൻ ഉണ്ട് അവന്. എന്തെങ്കിലും ഒരു അസുഖം വന്നാലും അവൻ പറയും അമ്മ ആശുപത്രി പോകണം, അമ്മയ്ക്ക് എന്തെങ്കിലും പറ്റുമോ, എന്തെങ്കിലും പറ്റുമോ, അങ്ങനെ ഒരു ടെൻഷൻ അവനുണ്ട്. ഇപ്പോഴും ഈ ഇടയ്ക്ക് അതുപോലെ ഒരാൾ മരിച്ചപ്പോഴും എൻ്റെ അടുത്ത് വിളിച്ച് ചോദിച്ചു, അമ്മ അവരെങ്ങനെ മരിച്ചത്? ഞാൻ അവര് അവിടെ നമ്മളെ നാട്ടിലൊരു 3-4 ദിവസം ആയതേ. അപ്പൊ അത് അറ്റാക്ക് വന്നു. അയ്യോ അതെന്തമ്മ അങ്ങനെ അറ്റാക്ക് വന്നത്? പെണ്ണുങ്ങൾക്കൊക്കെ അങ്ങനെ അറ്റാക്ക് വന്നു? അങ്ങനെ അവൻ ടെൻഷൻ അടിക്കും. അപ്പോഴേ ഞാൻ പറഞ്ഞടാ എല്ലാവർക്കും വരണത് തന്നെ, നമ്മളൊക്കെ ഇത്രയും കാലം ജീവിച്ചില്ല, ഇനി അങ്ങ് പോണെങ്കിൽ പോട്ടെ, അങ്ങനെ പക്ഷെ അവൻ അതൊന്നും അക്സെപ്റ്റ് ചെയ്യില്ല. അമ്മയ്ക്ക് എന്തെങ്കിലും പറ്റുമോ, പപ്പയ്ക്ക് എന്തെങ്കിലും പറ്റും, അങ്ങനെയൊക്കെ ഉള്ള ടെൻഷൻ ഉണ്ട്. അങ്ങനെ നീ ചോദിച്ചില്ലേ പിന്നെ? ഞാൻ അല്ല, മക്കൾക്ക് എന്തായാലും ഭയങ്കര ഒന്നും പറയണതൊന്നും ഇഷ്ടമല്ല. എനിക്ക് എവനെ പോലെ ആഹാരം ഭയങ്കര ഇഷ്ടമാണ്. രണ്ടുപേർക്കും ഭയങ്കര ഇഷ്ടമാണ്. അമ്മയ്ക്ക് എങ്ങനത്തെ ഫുഡാണ് കൂടുതൽ ഇഷ്ടം? എനിക്ക് നാടൻ ഫുഡാണ്. അത് നമ്മളെ വീട്ടിൽ വെച്ച് കഴിക്കാൻ അവന് അതാണ് ഇഷ്ടം. പക്ഷെ പുറത്തിറങ്ങി അവന് അത്ര താല്പര്യമില്ല. ഹോട്ടലുകളിലൊന്നും വെച്ചിട്ട് അങ്ങനെ താല്പര്യമില്ല. അതുപോലെ എനിക്കും അതുപോലെയാണ്. അതേസമയം എൻ്റെ മോള് നേരെ തിരിച്ച്, അവളെ അച്ഛനും അതുപോലെ തന്നെ പുറത്തിറങ്ങി അവർക്ക് ആഹാരം കഴിക്കണം. ശരിക്കും പറഞ്ഞ ഈ വീട്ടിൽ അമ്മയുടെ ഫുഡൊക്കെ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യാൻ തുടങ്ങിയത് ഒറ്റയ്ക്ക് മാറി താമസിക്കാൻ തുടങ്ങിയപ്പോഴായിരിക്കും അല്ലേ? കാരണം ഞാനൊക്കെ പണ്ട് വീട്ടിലാണെങ്കിൽ ഇങ്ങനെ എനിക്ക് ഏറ്റവും വെറുപ്പുള്ള സാധനമായിരുന്നു ചോറ് എന്ന് പറയണത്. മാറി താമസിക്കാൻ തുടങ്ങിയപ്പോഴാണ് ചോറിന്റെ വില അറിയാൻ തുടങ്ങിയത്. അതാണ്, അത് അവനതുണ്ട്, നാടൻ ഫുഡാണ് ഇഷ്ടം. അപ്പൊ അതുപോലെ ഇപ്പൊ ചേട്ടന് ചോറ്, ചൂരക്കറി, ചീനി പറഞ്ഞ പോലെ അമ്മയ്ക്ക് അതുപോലത്തെ ഏറ്റവും ഇഷ്ടപ്പെട്ട? എനിക്കും അമ്മക്കും എല്ലാവർക്കും അത് തന്നെ ഇഷ്ടം. ചിക്കനോട് താല്പര്യം, മീനിനോടാണോ കൂടുതൽ താല്പര്യം? ചിക്കൻ എന്നാലും വെക്കും, ഇവൻ വെക്കും, മോള് വെക്കും, അവൻ്റെ അച്ഛൻ, എല്ലാരും വെക്കുന്നത് വേറെ വേറെയാണ്. ഞാൻ വെക്കും. അപ്പൊ ഞാൻ അങ്ങനെ ചിക്കനൊക്കെ വാങ്ങിച്ചാൽ അവര് തന്നെ അങ്ങ് കൈകാര്യം ചെയ്യും. അമ്മക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആക്ടർ ആരാണ്? മോഹൻലാൽ. ലാലേട്ടന്റെ ഏത് സിനിമ കണ്ടിട്ട്? മമ്മൂട്ടിനെ ഇഷ്ടമാണ്. ലാലേട്ടൻ ഇഷ്ടപ്പെടാൻ ഒരു കാരണം ഉണ്ടാവുമായിരിക്കുമല്ലോ. അതെന്താണെന്ന് എനിക്കറിയില്ല, ലാലേട്ടനെ എനിക്ക് ഇഷ്ടമാണ്. ലാലേട്ടന്റെ ഏറ്റവും കൂടുതൽ കണ്ടിട്ടുള്ള സിനിമ ഏതാ? വന്ദനം, ചിത്ര. ആ സമയത്ത് ഞാൻ 10ലേക്ക് പഠിക്കുമ്പോൾ ഉള്ള സിനിമകളാണത്. വന്ദനം, ചിത്രം, അതൊക്കെയാണ് അന്നൊക്കെ. അതൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു എനിക്ക്. അന്ന് തിയേറ്ററിൽ ദേവി തിയേറ്റർ എന്ന് പറഞ്ഞിട്ടൊരു തിയേറ്റർ, അവിടെ പോയാണ് ഇതൊക്കെ കാണുന്നത്. എൻ്റെ അപ്പ കൊണ്ടുപോകും സിനിമ കാണാൻ അവിടെ, ഏത് സിനിമ. അപ്പൊ ജോലിയും കഴിഞ്ഞ്, അപ്പൊ എക്സൈസ് ഓഫീസറാണ്. അപ്പൊ ജോലിയും കഴിഞ്ഞ് വരുമ്പം നൈറ്റിന് ഒരുങ്ങി നിൽക്കാൻ പറയും. നമ്മൾ ഒരുങ്ങി നിൽക്കും. അങ്ങനെ അതൊരു ഇത് ഓല വെച്ചുണ്ടാക്കിയ ഒരു തിയേറ്ററാണ് ദേവി. ഇപ്പോഴത്തെ ഇരുന്ന് സിനിമ കാണുന്നതിനെക്കാട്ടി അതിൻ്റെ അകത്തിരുന്ന് സിനിമ കണ്ടുപോലുള്ള ഒരു സുഖം, അത് നല്ല രസമായിരുന്നു. ഇപ്പൊ അത്രയ്ക്കൊന്നുമില്ല.
ഇപ്പൊ ഇവന്റെ പടം കാണാൻ പോവാറുണ്ട്. ഓക്കെ, അപ്പൊ അമ്മയുടെ ഫ്രണ്ട്സ് ഒക്കെ ഇങ്ങനെ പറയല്ലോ, എന്നുവെച്ചാൽ മോനെ സിനിമയിൽ കണ്ടു, വാഴയൊക്കെ ഭയങ്കര ഹിറ്റ്. ഇപ്പൊ വാഴയായാലും ഗുരുവായൂരമ്പല നടയിൽ ആയാലും ഹലോ മമ്മിയൊക്കെ ഭയങ്കര എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുള്ള സിനിമയാണ്. അതൊക്കെ ഇങ്ങനെ കണ്ടു എന്നൊക്കെ, ഇപ്പൊ നല്ല പെർഫോമൻസ് ആയിരുന്നു എന്നൊക്കെ പറയുമ്പോ ഭയങ്കര സന്തോഷമായിരിക്കൂലേ? സന്തോഷം. സ്കൂൾ ഗ്രൂപ്പിൽ ഇപ്പം ഉണ്ടായിരുന്നു, റീയൂണിയൻ ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ പോയപ്പോഴും എല്ലാരും മോനെ ചോദിച്ചു. അപ്പൊ എനിക്ക് സന്തോഷം. അപ്പം ലൈക്ക് ആരെങ്കിലും പറഞ്ഞിട്ടുള്ള ഒരു കാര്യം ഭയങ്കരമായിട്ട് മനസ്സിനോട് അടുത്ത് നിൽക്കണുണ്ടാവൂലോ, ഒരു അപ്രിസിയേഷനോ ഇങ്ങനെ മോനെ പറ്റി പറയണ കേൾക്കുമ്പോ ഭയങ്കര സന്തോഷമായിട്ടുള്ള അങ്ങനെ എന്തെങ്കിലും ഓർത്ത് വെച്ചിട്ടുള്ള എന്തെങ്കിലും ഉണ്ടോ? ഒത്തിരി പ്രായം ചെന്നവരാണ് ഇവൻ ഈ സിനിമയിൽ പോയപ്പോഴൊക്കെ എൻ്റെ അടുത്ത് എന്തിനാ അവൻ അങ്ങനെ വിട്ടത്, അവ അങ്ങനെയല്ലേ. ഇപ്പോഴും അവര് തിരിച്ചു വന്നിട്ട് എൻ്റെ അടുത്ത് പറയും ആ മോൻ പോയത് നല്ലതായി, അങ്ങനെ പറയുമ്പോ അത് ഒരു ഭയങ്കര സന്തോഷമാണ്. അതുപോലെ ചേട്ടന് കിട്ടിയ ഏറ്റവും വലിയൊരു അപ്രിസിയേഷൻ എന്തായിരിക്കും? എനിക്ക് ഗുരുവായൂരമ്പലം നട കഴിഞ്ഞപ്പോഴത്തേക്കും രാജുവേട്ടനൊക്കെ നല്ല അഭിപ്രായം പറഞ്ഞു. അതൊക്കെ തന്നെ. പിന്നെ ഇവര് സിനിമ കണ്ടിട്ട് അവരപ്പോഴെ തന്നെ വിളിക്കും, അത് വേറൊരു ഫീൽ അല്ലേ. ഞാൻ ആദ്യത്തെ ദിവസം ആദ്യത്തെ ഷോ കാണാൻ പോയി. ആ തിയേറ്ററിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ഉള്ളൊരു ഫീൽ എങ്ങനെയായിരുന്നു? സന്തോഷമായിരുന്നു. അവിടെ ഉള്ളവർക്കാർക്കും അറിഞ്ഞൂടല്ലോ ഞാൻ ജോമോന്റെ അമ്മയാണ്. അപ്പൊ എല്ലാരും പറയണ കമന്റുകളും ഒക്കെ എനിക്ക് കേക്കാം. അപ്പൊ അത് സന്തോഷമല്ലേ. വാഴ കണ്ടപ്പോ ഏറ്റവും കൂടുതൽ റിലേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുള്ള കാര്യം എന്തായിരുന്നു? അവന് പഠിക്കണം, എഞ്ചിനീയർ അതാണ്, ആ ഒരു കാര്യം തന്നെയാണ്. ഇവന് വേറെ ഒരു ജീവിതത്തിലും ഏതാണ്ട് അതുപോലെ ആയിരുന്നു. അപ്പൊ ഞാൻ പറയും ഫ്രണ്ട്സിനെയൊക്കെ അനാവശ്യമായി മോട്ടറാക്കണ സ്വഭാവം അതുണ്ട്. അതുണ്ട്. അപ്പം സാറാസ് അല്ലേ ഫസ്റ്റ് മൂവി എന്ന് പറഞ്ഞത്? അപ്പൊ അതായിരിക്കുമല്ലോ ആദ്യമായിട്ട് തിയേറ്ററില് ബിഗ് സ്ക്രീനില് ചേട്ടനെ കാണുന്നേ. അപ്പൊ ഉള്ള അല്ല, അതിന് മുമ്പ് OTT ആയിരുന്നു അല്ലേ? 18ാം പടിയെന്ന് പറഞ്ഞിട്ട് അത് അതിലൊരു ചെറിയ വേഷമുണ്ട്. അപ്പം ഫസ്റ്റ് ടൈം ബിഗ് സ്ക്രീനിൽ കാണുന്ന അപ്പൊ ഒരു ഫീലിംഗ് ഒക്കെ എങ്ങനെയായിരുന്നു? അത് എനിക്ക് ഭയങ്കര സന്തോഷമല്ലേ. രോമാഞ്ചാണോ ആദ്യം? കൂടുതൽ സ്ക്രീൻ ടൈം കിട്ടിയ പടം ഒരു സീന്, മറ്റേതൊക്കെ ഒരു സീന് 2 സീനൊക്കെ അല്ലേ ഉള്ളൂ. രോമാഞ്ചത്തിൽ ഒത്തിരി ഉണ്ടായിരുന്നു. എന്നെ എല്ലാരും കണ്ടപ്പോ ഇഷ്ടപ്പെട്ടു എല്ലാവർക്കും. ഒരു സിനിമ കഴിഞ്ഞ് ഇനി അടുത്ത സിനിമ റിലീസ് ആവണ വരെ എല്ലാവരും ചോദിക്കുന്ന ഒരു കാര്യമായിരിക്കും, സിനിമയൊന്നും ഇല്ലേ, സിനിമയൊന്നും ഇല്ലേടേ എന്നുള്ള ചോദിക്കും. അത് ഈ ഇവന്റെ പ്രായത്തിലുള്ളവരല്ല, ഒത്തിരി പ്രായം അതില് അവര് സ്നേഹം കൊണ്ട് ചോദിക്കുന്നതാണ്. കാരണം ഇവന്റെ കൂടെ മിക്ക എല്ലാവർക്കും ഒരു പ്രത്യേക സ്നേഹമാണ്. ആരോടെയും അങ്ങനെ മുഖം കറുപ്പിക്കുകയും ആരോടെയും വഴക്കിന് അങ്ങനെയുള്ള ഒരു ഇതൊന്നുമില്ല. അതുകൊണ്ട് എല്ലാരും ചോദിക്കും, ചിരിക്കുകയും. അതുപോലെ അമ്മയുടെ അടുത്ത് ആരെങ്കിലും വന്ന് ചോദിക്കാറുണ്ടോ മോനിപ്പോ സിനിമയൊന്നും ഇല്ലേ എന്നൊക്കെ? ഇപ്പൊ അങ്ങനെ ചോദിക്കാറില്ല. നേരത്തെയൊക്കെ കിച്ചു വീട്ടിൽ വെക്കുന്ന പേര് ജോമോ ഇനിയിപ്പോ പടമൊന്നും ഇല്ലേ എന്നൊക്കെ ചോദിക്കും. അപ്പൊ ഞാൻ പറയാം അതൊക്കെ ഓരോ താമസമൊക്കെ ഉണ്ടല്ലോ, അങ്ങനെ പറയും. ഞാൻ പറയാൻ പറ്റൂല, നമ്മളവർ ചോദിക്കുമ്പോഴേ പെട്ടെന്ന് നമുക്കൊന്നും പറയാൻ പറ്റൂല. ആ അവസ്ഥയിലാണ് അവർ ചോദിക്കുന്നത്. വിഷമവും ചിലപ്പോ നമ്മളിപ്പോ മറ്റുള്ളവരുടെ ഞാൻ സിനിമ ഏതിറങ്ങാൻ പോണെന്നൊന്നും വീട്ടുകാരായിട്ടൊന്നും പറയാനൊന്നുമില്ല. അവർ ഇറങ്ങാൻ നേരത്തെ ഞാൻ ഇങ്ങനെ പറയും, അല്ലെങ്കിൽ അവർ അറിഞ്ഞിട്ട് പറയും ഇത് ഇറങ്ങിയല്ലേ പോയി കാണാം, അങ്ങനെ പറയില്ല. വീട്ടുകാരുമായിട്ട് ഞാൻ എന്റെ കാര്യങ്ങൾ സിനിമയിൽ പരിപാടികളൊന്നും പറയില്ല. അവൻ പറയില്ല, അങ്ങനെ പറയില്ല. അവന് പറഞ്ഞു. പിന്നെ നമ്മളെ ഇന്ന് വേറൊരാൾ അറിഞ്ഞത് ഇറങ്ങാറാമോ ഷൂട്ടിന് പോകാൻ നേരത്തെ രാവിലെ എന്നെ വിളിക്കും, ഞാൻ ഷൂട്ടിന് ഇറങ്ങി നമ്മ അതേ ഉള്ളു. അതിൽ കാര്യമോ കഥയോ ഒന്നും നമുക്കറിയില്ല.